ഇന്ന് പിറ കാണുകയാണെങ്കിൽ 2 മഹാഭാഗ്യങ്ങളാണ്. പുണ്യ റബീഇലെ ആദ്യത്തെ രാവും പുണ്യ റബീഇലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും ഒരുമിച്ച് വരുന്ന മഹാത്ഭുതമാണ്. പത്രമേൽ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസത്തിൻ്റെ തുടക്കവും മുത്തുനബി നമ്മുടെ സ്വലാത്തുകൾ ഇങ്ങനെ നേരിട്ട് കാണുന്ന നിമിഷം കൂടെ ഒന്നായി കിട്ടിയാൽ സുബ്ഹാനല്ലാഹ്. അങ്ങനെ പുണ്യ റബീഇൻ്റെ പിറ കണ്ടു കഴിഞ്ഞാൽ 6 കാര്യങ്ങൾ ചെയ്തു വെക്കണം. മറക്കരുത് കേട്ടോ. 6 കാര്യങ്ങൾ കൃത്യമാക്കിയാൽ ഈ ഒരു മാസം പടച്ചോൻ്റെ ഒരു കാവൽ നിങ്ങൾക്ക് വല്ലാതെ ഉണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തികമാകട്ടെ മറ്റു പ്രയാസങ്ങളെല്ലാം മാറി സാമ്പത്തികമായി, ആരോഗ്യപരമായി, മാനസികപരമായി ഒക്കെ ഐശ്വര്യം ഉണ്ടാവും. അള്ളാഹു നിങ്ങളങ്ങ് ഏറ്റെടുക്കും. മുത്ത് റസൂലിൻ്റെ കൽബിൽ നിങ്ങളുണ്ടാകും. ജിബ്രീൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഇതിലൊക്കെ അപ്പുറം എന്താ വേണ്ടത് അല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ യാ റസൂലല്ലാഹ് ഖത്തു യാ വജ്ഹ സുരൂരി യാ ഹബീബല്ലാഹ് മർഹബാ യാ നൂറ ഐനി മർഹബാ ജദ്ദൽ ഹുസൈനി മർഹബാ അഹ്ലൻ വസഹ്ലാ യാ റസൂലല്ലാഹ് മർഹബാ യാ ഖൈറ ദാഇ യാ ഹബീബല്ലാഹ്. അങ്ങനെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ? ഈമാനുള്ളവർക്കൊക്കെ ആനന്ദമാണ് നമ്മൾ പറഞ്ഞു. കാരണം എന്താ? അവൻ്റെ പ്രണയഭാജനം പിറന്ന ദിവസം കടന്നു വരികയാണ്. അവൻ്റെ പ്രണയഭാജനത്തെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് നിയോഗിക്കാൻ കാരണമായ മാസം, ആ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ മുത്തുനബിയെ പ്രണയിക്കുന്നവർക്കൊക്കെ കൽബിൽ വല്ലാത്ത സന്തോഷം അണപൊട്ടിയൊഴുകും ഇല്ലേ? മുത്ത് റസൂലിൻ്റെ മീലാദ് നടക്കേണ്ടത് നമ്മുടെ കൽബിലാണ്. കൽബിൽ മീലാദ് നടക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്ന് പിറ കാണുകയാണെങ്കിൽ റബീഉൽ അവ്വൽ 1-ാം രാവുമായി, റബീഉൽ അവ്വലിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവുമായി. അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് അല്ലേ? അപ്പോൾ ഇന്ന് പിറ കാണുകയാണെങ്കിൽ റബീഉൽ അവ്വൽ 1-ാം രാവാണ് അല്ലേ? ഇനി പിറ കണ്ടില്ലെങ്കിലോ നാളത്തെ രാത്രിയായിരിക്കും 1-ാം രാവ്. ഏതായാലും അള്ളാഹു റബ്ബുൽ ആലമീൻ ഖൈറായത് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് പിറ കാണുകയാണെങ്കിൽ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ ഈ ഒരു മാസം മുഴുവൻ അള്ളാൻ്റെ കാവൽ ലഭിക്കാൻ, മുത്ത് റസൂലിൻ്റെ കൽബിൽ ഇടം പിടിക്കാൻ, സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ദുആ നമുക്ക് ലഭിക്കാൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. അത്ര വലിയ അത്ഭുതം നിറഞ്ഞ മാസം, ആദ്യത്തെ വസന്തം അല്ലേ? വസന്തം വരവായി. ഏതാണ് ആ വസന്തം? റബീഉൽ അവ്വലാണത്. ഇരിക്കട്ടെ. അപ്പോൾ നിലാവ് കണ്ടു എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആദ്യം ഒരു തക്ബീർ പറയുക, അല്ലാഹു അക്ബർ. എന്നിട്ടൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർദാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. അപ്പോൾ അള്ളാഹുവിനെ ആദ്യം സ്തുതിക്കുക. അൽഹംദുലില്ലാ, ഈ മാസം നമുക്ക് തന്നതാരാ? റബ്ബല്ലേ. ആ റബ്ബാണ് ഏറ്റവും വലിയവൻ. അൽഹംദുലില്ലാ. അപ്പോൾ അല്ലാഹുവേ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർദാ. അപ്പോൾ നമ്മുടെ ഈമാനിന് ദൃഢത നൽകാൻ, അങ്ങനെ തുടങ്ങി മനോഹരമായൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നിലാവിനെ നോക്കി പറയണം, റബ്ബി വ റബ്ബുക്കല്ലാ, അല്ലെങ്കിൽ റബ്ബുനാ വ റബ്ബുക്കല്ലാ. എൻ്റെയും നിൻ്റെയും റബ്ബ് അള്ളാഹുവാണ്. നീ ഇങ്ങനെ തെളിഞ്ഞ ആകാശത്ത് നിൽക്കണോണ്ട് നീ റബ്ബൊന്നും ആയിട്ടില്ല. എൻ്റെയും നിൻ്റെയും റബ്ബ് അള്ളാഹുവാണ്. ആ ബോധ്യത്തിൽ ഈ മാസത്തെ സ്വീകരിച്ചാൽ
ഈ ഒരു മാസം നമ്മുടെ ഈമാനിന് പ്രൊട്ടക്ഷൻ ലഭിക്കും. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ ഈമാനികമായൊരു കാവൽ ലഭിക്കാൻ ഈ പ്രാർത്ഥന മറക്കരുത്. രണ്ടാമത്തത് ഈ മാസം തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് മൗലിദ് തുടങ്ങിക്കൊള്ളണം കേട്ടോ. മൗലിദ് ഇല്ലാതൊരു പരിപാടിയില്ല. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ മുത്തുനബിയുടെ മൗലിദ് പാടാണ്. നമ്മൾ പറഞ്ഞു മദീന പള്ളിയിൽ 2 മിമ്പർ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ പള്ളിയിൽ ഒറ്റ മിമ്പറുള്ളൂ. മദീന പള്ളിയിൽ 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഖുതുബക്കാണെങ്കിൽ ഒരെണ്ണം മുത്തറസൂലിൻ്റെ മൗലിദ് ഓതാനാണ്, മുത്തറസൂലിൻ്റെ മൗലിദ് ചൊല്ലാനാണ്. ഇല്ല, അവിടെ നിന്ന് ഹസ്സാൻ പാടിയത് എന്താ? വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിക്ത മുബറഅം മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിക്ത കമാ തശാഉ. നബിയെ അങ്ങയെപ്പോലൊരു ഉത്തമനെ ഒരു കണ്ണും കണ്ടിട്ടില്ല നബിയെ. അങ്ങയെപ്പോലൊരു മൊഞ്ചനെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയെ. എന്നാലോചിച്ച് നോക്കിയേ, അവിടെ നിന്ന് മൗലിദ് പാടാണ്. ഖുലിക്ത മുബറഅം മിൻ കുല്ലി ഐബി, ഒരു ന്യൂനതയും അങ്ങേക്ക് പറയാനില്ല നബിയേ. കഅന്നക ഖദ് ഖുലിക്ത കമാ തശാഉ, അങ്ങയെ കണ്ടാൽ അങ്ങ് ആഗ്രഹിച്ചതുപോലെ അള്ളാഹു അങ്ങയെ പടച്ചതാണെന്ന് തോന്നും നബിയേ. അങ്ങയെ കണ്ടാൽ അങ്ങ് ആഗ്രഹിച്ചതുപോലെ അള്ളാഹ് അങ്ങയെ പടച്ചതാണെന്ന് തോന്നും. സുബ്ഹാനല്ലാഹ്. അതിങ്ങനെ പാടുമ്പോൾ മുത്തനബി ദ്വാരക്കുന്ന എന്താ? അല്ലാഹുമ്മ അയ്യിദിൽ ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്, പടച്ചോനെ ഹസ്സാൻ ഇബ്നു സാബിത്തിന് ജിബ്രീലിൻ്റെ സഹായം നൽകണേ അല്ലാഹ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹായം ലഭിക്കും മൗലിദ് ഓതുന്നവർക്ക്. അപ്പോൾ ഇന്നത്തെ രാത്രി മുതലങ്ങ് തുടങ്ങിക്കോ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ കൃത്യം 7:30 മണിക്ക് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് നമുക്ക് മങ്കൂസ് മൗലിദ് ഓതണം. എല്ലാ ദിവസവും ഓതണം. നിങ്ങളുണ്ടാവൂലേ? എല്ലാവരും ഉണ്ടാവണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ വീടുകളിൽ മൗലിദ് നടക്കണം. അതോടൊപ്പം ഈ മജ്ലിസിൽ ഇങ്ങനെ പങ്കെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ മൗലിദ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി സ്വല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി. അല്ലാ, മുത്തുനബി ഉണ്ടാകണം വീട്ടിൽ മൗലിദ് കൊണ്ട്. ഇങ്ങനെ മുത്തുനബിയുടെ സാന്നിധ്യം അവിടെ കിട്ടണം. ആ വീട്ടിൽ പിന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും, ഇല്ലേ? കുടുംബ പ്രശ്നങ്ങൾ മാറും, സമാധാനവും സന്തോഷവും ഒക്കെ നിറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തത്, നമ്മൾ ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞ ഉടൻ തന്നെ ഈ രാത്രിയിൽ പിറ കണ്ടാൽ ഉടനെ ഒരു സൂറത്തുൽ മുൽക്ക്, തബാറക്ക സൂറത്ത് ഓതുക. ഈ ഒരു മാസം അപകടങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് കാവൽ തരുമെന്നാണ്. നാലാമത്തേത്, ധാരാളം സ്വലാത്തിയല്ല, ഇല്ലേ? പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടെയാണ് വരേണ്ടതെങ്കിൽ അടിപൊളിയായി. അങ്ങനെ അല്ലെങ്കിൽ പോലും ഒന്നാമത്തെ രാവ് തുടങ്ങുമ്പോൾ മുതൽ സ്വലാത്ത് ഇങ്ങനെ ധാരാളം ചൊല്ല, അല്ലേ? മണിമുത്ത് മദീനയിലാണോ, മന്ദാര ചെപ്പിൻ്റഴകാണോ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കാരുണ കടലോരേ മുത്ത് നബി ഷഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറിൽ കഠിന സമയത്തും ഉമ്മത്തി എന്നൂരത്തോരേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല തണിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. സ്വലാത്ത് ഇങ്ങനെ ധാരാളം ചൊല്ലണം. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ സ്വലാത്ത് ചൊല്ലണേ, സലാം ചെയ്യണേ അല്ലാഹ് പറയാ. അപ്പോൾ പ്രത്യേകിച്ച് മുത്തുനബി ജനിച്ച ഈ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലി
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇങ്ങനെ അടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഞ്ചാമത്തത് കൂടുതൽ സുന്നത്ത്. ഇല്ലേ, നമ്മൾ പറഞ്ഞു സുന്നത്തുകൾ ഇങ്ങനെ കൂടുതൽ ഇല്ലേ. തല മറക്കാത്ത പുരുഷന്മാരാണെങ്കിൽ നിസ്കരിക്കാൻ നേരത്തെ തല മറച്ച് നിസ്കരിക്കാം ഇല്ലേ. അതുപോലെ തന്നെ മോതിരം ഇടുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു വിരലിലാണെങ്കിൽ പുരുഷന്മാരുടെ പ്രത്യേകം അവർ ഈ മോതിരം വലത് കൈയുടെ ചെറുവിരലിൽ ഇടാൻ ശ്രമിക്കുക. അത് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് ഇല്ലേ. അതുപോലെ ബാത്റൂമിൽ ചെരുപ്പിടാതെ കയറുന്നവരുണ്ടെങ്കിൽ ചെരുപ്പ് ധരിക്കുക. ദിക്ർ ചൊല്ലാതെ കയറുന്നവരുണ്ടെങ്കിൽ ദിക്ർ ചൊല്ലിയിട്ട് ബാത്റൂമിൽ കയറുക. കിടക്കാൻ നേരത്തെ അങ്ങനെ ഓരോ സംഗതിയും മുത്തുനബി ഇഷ്ടപ്പെട്ടുകൊണ്ട് മഹബത്ത് വെച്ചുകൊണ്ട് ചെയ്യുക. അപ്പോഴാണ് അതിന് വാല്യൂ ഉള്ളത് അല്ലേ. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ, നിങ്ങളുടെ ലൈഫിൽ റബീഉൽ അവ്വലിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടാവും. ആറാമത്തേത് കൂടുതൽ ദാനം ചെയ്യുക. കാരണം ഇത് മുത്തു റസൂലിൻ്റെ മാസമാണ്. അപ്പോൾ ഈ മാസത്തിൽ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ ഹദിയ കൊടുത്താൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനത് ഭയങ്കര ഇഷ്ടമല്ലേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരിൽ കൊടുക്കുമ്പോൾ അള്ളാഹ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ടൈറ്റാണ്, ആരെങ്കിലുമൊക്കെ സഹായം ചോദിച്ചു വന്നാൽ അങ്ങനെ പറയുന്നവൻ എന്നും ടൈറ്റായിരിക്കും, അവൻ രക്ഷപ്പെടൂല. ഉള്ളത് കൊടുക്കുക, ഇല്ലാത്തപ്പോൾ കൊടുക്കലാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യണോട്ടോ. ഒരു ഉസ്താദിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ കഴിയുമ്പോഴേക്കെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ 6 കാര്യങ്ങളും അടിപൊളിയാക്കുക. അതിൽ പ്രത്യേകതയോടെ ശ്രദ്ധിക്കേണ്ടത് മൗലിദ്. അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വാ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. മുത്തുനബിയുടെ മൗലിദ് ഇങ്ങനെ ധാരാളം നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ നടക്കണം. പുരുഷന്മാർ പള്ളിയിൽ പോകണം, സ്ത്രീകൾ വീട്ടിലും ചൊല്ലണം. എന്നാലും കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് ഇടയ്ക്കിടയ്ക്ക് മൗലിദ് ഇങ്ങനെ പാരായണം ചെയ്യണം. വല്ലാത്തൊരു ബറക്കത്ത് അവിടെ നിറയുമെന്നുള്ളതാണ് അല്ലേ. പഴയ കാലത്തൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ സമാധാനം ഉണ്ടായി. ഇന്ന് കുറച്ചാളേ ഉള്ളൂ സമാധാനമില്ല. കാരണം എന്താ, ഈ ആത്മീയതയും ഈ മൗലിദും ഈ റാത്തീബും ഈ ദിക്ർ ഹൽക്കകളും ഒക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പം അത് ഒരു പഴയതിലേക്കുള്ള പാരമ്പര്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കും കൂടെയാകട്ടെ. മനസ്സിലായോ? ഈ 6 കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹൈറായ ഒരു റബീഉൽ അവ്വൽ അല്ലാഹ് നൽകട്ടെ എന്ന് ആശംസിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു ഇത് എത്രാമത്തെ നബിദിനാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. 1501 നബിദിനാണ്. അല്ലാഹു ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിമ്പിളായൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ക്രിസ്തു വർഷം ഏതാണ്? ക്രിസ്തു വർഷം എത്രാമത്തെ വർഷത്തിലാണ് മുത്തുനബി ജനിക്കുന്നത്? കമൻറ്റ് ചെയ്യൂലേ? അപ്പോൾ നമ്മുടെ 1 കോടി സ്വലാത്തിൻ്റെ എണ്ണമൊക്കെ ഇങ്ങനെ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചോളൂ. അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം തന്നെ 1 കോടിയൊക്കെ അടുക്കാറായിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ ചൊല്ലിയിട്ടുണ്ട് അല്ലേ. മദീനയിലേക്ക് നമുക്ക് ആ സ്വലാത്ത് ഇങ്ങനെ കോടാനുകൂടി മനുഷ്യന്മാർ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ ഇങ്ങനെ സ്വലാത്തിൽ എന്ന കൂട്ടത്തിൽ ഈ സ്വഭാവലേറ് കുടുംബത്തിൽ നിന്ന് സ്വലാത്ത്, അല്ലാഹ് വല്ലാത്തൊരു സന്തോഷമല്ലേ. നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരാൾ പോലും ഷെയർ ചെയ്യാതിരിക്കരുത്. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അത് ഉസ്താദിനിങ്ങനെ വ്യൂവേഴ്സ് കൂടാനല്ല, കുറേ ആളുകളിലേക്ക് എത്തുമ്പോൾ ഒരാൾക്കെങ്കിലും ഹിദായത്ത് കിട്ടിയാലോ അല്ലേ, വല്ലാത്തൊരു സന്തോഷമല്ലേ. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന വലിയ പ്രതിഫലത്തിന് കാരണമാകും. ഇതായാലും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, ഈ റബീഇനെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണയല്ല. മുത്തായ തങ്ങളെ സന്തോഷിപ്പിക്കാൻ, മുത്തിൻ്റെ കൽബിലൊരിടം നേടാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല. ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയവരാണ്, അതിനുള്ളൊരു അർഹതയും ഞങ്ങൾക്കില്ല റബ്ബേ. കൽബ് നന്നാക്കണയല്ല, പാപങ്ങൾ പൊറുക്കണയല്ല. മുത്തായ തങ്ങളെ കനവിലും നിലവിലും കാണാൻ തൗഫീക്ക് നൽകണയല്ല. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ വേദനകൾ അകറ്റണയല്ല. ഒരുപാട് അസുഖബാധിതരുണ്ട്, ശിഫ നൽകണയല്ല. പടച്ചവൻ, ഈ കമൻറ്റ് ബോക്സിൽ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും സങ്കടങ്ങൾ നീ അകറ്റണയല്ല. യാ റബ്ബന, ഞങ്ങളുടെ പൊന്നു മക്കളെ നന്നാക്കണയല്ല. സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണയല്ല. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണയല്ല. ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യാൻ പറഞ്ഞപ്പോൾ മുത്ത് റസൂലിൻ്റെ പേരിൽ ഹദിയ ചെയ്ത മനുഷ്യന്മാർ, കയ്യിലില്ലാതിരുന്നിട്ടും കൊടുത്തവർ, എല്ലാവരെയും നീ ഏറ്റെടുക്കണയല്ല. പടച്ചോനെ,
ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ല. ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ ഈ റബീഉൽ അവ്വലിൽ ആണ്ട് വരുന്നുണ്ട്, ബാപ്പയുടെ ഉമ്മയുടെ ഒക്കെ പലരുടെയും, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ല. ഞങ്ങൾ ആരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. മുത്തുനബിയെ കണ്ട് വിടവാകുന്നവരിൽ പെടുത്തണേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞോരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൻ്റെ ലോകത്തൊരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.